സിനോജ് തോമസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് UDF ഇന്നിപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ പറയുന്നത് അങ്ങനെ സ്ട്രോങ് റൂം അല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പോളിംഗുമായി ബന്ധപ്പെട്ട മറ്റ് സാമഗ്രികളൊക്കെ സൂക്ഷിച്ചിരുന്നതാണ് എന്നുള്ളതാണ്. എന്താണ് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുവരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ? ശ്രുതി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ എൻഗോർ സോഫ്റ്റ്വെയറിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ സൂക്ഷിച്ച് വെച്ച റൂമാണ് തുറന്നത്, സ്ട്രോങ് റൂം അല്ല എന്ന് പറയുന്നു. അവിടെയാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. ഈ വോട്ടിംഗ് യന്ത്രവും ഒപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റൊക്കെ തന്നെ സൂക്ഷിക്കുന്ന, പോസ്റ്റൽ വോട്ടൊക്കെ തന്നെ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് തൊട്ടടുത്ത് തന്നെയുള്ള മുറിയാണ്, അതായത് പലക ഉപയോഗിച്ച് ക്രോസ് ബാർ ഇട്ട് സീൽ ചെയ്ത മുറിയാണ് തുറന്ന് പരിശോധിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ട്രോങ് റൂം അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതും സ്ട്രോങ് റൂം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, മെറ്റീരിയൽ റൂം എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ സ്ട്രോങ് റൂമിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള റൂം എന്തിനു തുറക്കണം? അതായത് മെയ് 4 മാത്രം തുറക്കേണ്ട റൂം 9-ാം തീയതി ഇലക്ഷൻ കഴിയുന്നു, 11 ദിവസം പൂർത്തിയാവുന്ന ഈ വേളയിൽ എന്തിന് ആ മുറി തുറക്കുന്നു എന്ന ചോദ്യം ചോദിക്കുന്നു. ഒപ്പം തന്നെ ഈ പേരാമ്പ്രയിൽ മാത്രം എന്തിനു വേണ്ടി തുറക്കുന്നു? അങ്ങനെയെങ്കിൽ മറ്റ് മണ്ഡലങ്ങളുടെ റൂമുകൾ കൂടി തുറന്ന് ഈ എൻകോർ സോഫ്റ്റ്വെയർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന ചോദ്യമാണ് UDF ചോദിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് തന്നെ ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകാൻ വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥികൾ പോവുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്കാണ് പേരാമ്പ്രയിലെ UDFന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിലേക്ക് റിട്ടേണിംഗ് ഓഫീസർ ഫോൺ മുഖാന്തരം അറിയിക്കുന്നത്. 9 മണിക്ക് എത്തണം, ഇത്തരത്തിൽ മെറ്റീരിയൽ റൂം തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട്, വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. 9 മണിക്ക് വരണമെന്ന് പറയുന്നു. വരാൻ കഴിയില്ല, രേഖാമൂലം അറിയിക്കണമെന്ന് പറയുന്നു. 11 മണിയോടുകൂടി മെയിൽ വരുന്നു, ഇത് തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഉടൻ വരണമെന്ന് പറയുന്നു. അങ്ങനെ ഫാത്തിമ തഹലിയ ഒരു ഏജന്റിനെ പറഞ്ഞു വിടുന്നു. ഏജന്റ് എത്തി ഉടനെ തന്നെ അത് തുറന്നുവെന്നാണ് പറയുന്നത്. LDF സ്ഥാനാർത്ഥിയുടെ ഏജന്റ് അവിടെ ഉണ്ടായിരുന്നു പറയുന്നത്. തുടർന്നാണ് ഫാത്തിമ തഹലിയ 11-ഓടുകൂടി ഇവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് ഉള്ളിൽ തന്നെ ഈ സ്ട്രോങ് റൂം തുറന്നിരുന്നു, അകത്ത് ഉദ്യോഗസ്ഥർ കയറിയിരുന്നു. BSFന്റെ ഒരു ജവാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിയമപ്രകാരം അവിടെ കേന്ദ്രസേന മാത്രം പ്രവേശിക്കേണ്ട ഒരു ഏരിയയാണ്. അവിടെ ഉണ്ടായിരുന്ന കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറുണ്ടായിരുന്നു. അത്ര സുരക്ഷാ മേഖലയിലേക്കാണ് ഈ സംസ്ഥാനത്തിന്റെ ജീവനക്കാർ കയറിയിരിക്കുന്നത്. അത് നിയമലംഘനമാണെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ സുരക്ഷിതമായി അവിടെ സീൽ ചെയ്ത മുറി അതിന്റെ CCTV സംരക്ഷണം പുറത്തേക്ക് നൽകിയിരുന്നു. UDFന്റെ ആളുകൾ 24 മണിക്കൂർ അവിടെ കാവലുണ്ടായിരുന്നു. ആ കാവലിൽ നിന്ന UDFന്റെ പ്രവർത്തകരാണ് CCTV വഴിയാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറന്ന് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറുന്ന കാണുന്നത്, വിവരം പുറത്തേക്ക് അറിയുന്നത്. അങ്ങനെ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി സുരക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് നൽകുന്നത്. ആ റൂമാണ് തുറന്ന് അകത്ത് കയറിയിരിക്കുന്നത്. അതിൽ വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്, UDF നേതാക്കൾ പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസറും പറയുന്നത് ആ രേഖകൾ പരിശോധിക്കാനും എൻകോർ ആപ്പിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഫയലുകൾ മെറ്റീരിയൽ റൂം തുറന്നുവെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥികൾ പറയുന്നു മെറ്റീരിയൽ സൂക്ഷിക്കേണ്ടത് ഇവിടെയല്ല, സ്ട്രോങ് റൂമിൻ്റെ അടുത്തോ ആ പരിസരത്തോ അല്ല, മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടതാണ്. കാരണം സ്ട്രോങ് റൂമിന് അത്രയും സുരക്ഷയുള്ള സ്ഥലമാണ്, അത് തുറക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റണം, തൽസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റ് ഇന്ന് അകത്ത് കയറി ഉദ്യോഗസ്ഥരുടെ നടപടി വേണമെന്നാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. വലിയ പ്രതിഷേധമാണ് UDF ഇവിടെ ഉന്നയിക്കുകയും ചെയ്തത്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് ജില്ലയിലെ 7 മണ്ഡലങ്ങളുടെ വോട്ടിംഗ് മെഷീനുള്ള JDTയിലെ സ്ട്രോങ് റൂമുകൾ തുറന്നു എന്നുള്ളൊരു ആരോപണമാണ്, പരാതിയാണ് ഇന്നിപ്പോൾ UDF ഉന്നയിച്ചിരിക്കുന്നത്. അതിലാണ് പക്ഷേ അങ്ങനെ ഈ സ്ട്രോങ് റൂം എല്ലാം തുറന്നതെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് അധികൃതർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. UDF സ്ഥാനാർത്ഥികളും MK രാഘവൻ MP ഒക്കെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വീണ്ടും ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്.